ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. 180 ഡേയ്സ് ചലഞ്ചിൻ്റെ ഡേ 5 ആയിരുന്നു ഇന്ന്. ഇത് നല്ലൊരു മോർണിംഗ് ആയിരുന്നു. രാവിലെ തന്നെ ഞാൻ കുറച്ച് നേരം ജേർണൽ ചെയ്തു. എൻ്റെ കൂടെ തന്നെ ഞാൻ ഇരുന്നു. എനിക്ക് എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ താങ്ക് യു പറഞ്ഞു, അഫർമേഷൻസ് എഴുതി. പിന്നെ ഞാൻ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്തു. എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന എൻ്റെ ബോഡീനോട് താങ്ക് യു പറഞ്ഞു. പുതിയൊരു ദിവസം തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം ബ്രീത്ത് വർക്കൊക്കെ ചെയ്ത് എൻ്റെ സെൽഫിൻ്റെ കൂടെ ഇരുന്നു. ഞാൻ എന്നെ സെൽഫായിട്ട് ഹഗ് ചെയ്ത് എൻ്റെ ഇന്നർ ചൈൽഡായി കണക്ട് ചെയ്ത് നല്ല കുറേ അഫർമേഷൻസ് ഒക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെ ഒരു സ്നേഹവും ടൈമും എൻകറേജ്മെൻ്റ് ഒക്കെയാണ് വേണ്ടത്. അത് നമ്മളെ ഹീൽ ചെയ്യും. ഈ ഇരിക്കുന്ന ടൈമുകളാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് എനിക്ക് ഇന്ന് ഫീൽ ചെയ്തത്. ഇന്ന് എനിക്കിവിടെ കുറേ പണി ഉണ്ടായിരുന്നു. റൂം വൃത്തിയാക്കാനുണ്ടായിരുന്നു, പിന്നെ വീടൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പുറത്ത്. എനിക്ക് മഴ നനയണമെന്ന് ഭയങ്കര ആഗ്രഹം. സാധാരണ ഇങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇന്ന് എനിക്ക് പെർമിഷൻ കൊടുത്തു. ഞാൻ പോയി വെറുതെ മഴയത്ത് നനഞ്ഞ് വെള്ളത്തിൽ കളിച്ച് കുറേ നേരം ഞാൻ പുറത്ത് പോയിരുന്നു, മെഡിറ്റേറ്റ് ചെയ്ത് അങ്ങനെ കുറേ നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്തു. സാധാരണ എനിക്ക് ഇങ്ങനെയൊന്നും തോന്നി ഞാൻ ഒന്നും ചെയ്യാറില്ല. എന്നെ എല്ലാത്തിനും ഞാനിങ്ങനെ പോകണ്ട, അതൊന്നും വേണ്ട, ഇപ്പം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിചാരിച്ചാൽ ഇത്രയും വലുതായി ഞാൻ എന്തിനാ ഇപ്പം മഴ നനഞ്ഞ് പുറത്തു കൂടെ നടക്കുന്നത്, അത് ശരിയല്ല, അങ്ങനെയൊക്കെ ഒരു സാധനമാണ്. പക്ഷെ ഇന്ന് ഞാൻ കുറേ നേരം മഴയത്ത് നനഞ്ഞ് വെള്ളത്തിലൊക്കെ കളിച്ച്, നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ. പിന്നെ ഞാൻ കുറേ നേരം കാർട്ടൂണൊക്കെ കണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാണാൻ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളൊന്നും അല്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ഞാൻ എന്നെ അലോ ചെയ്തു എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഐ ഫീൽ സോ ഹാപ്പി, ഐ ഫീൽ സോ എനർജൈസ്ഡ്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടിയുണ്ട്. ആ ഒരു കുട്ടിത്തെ നമ്മൾ ഒരിക്കലും വിട്ട് കളയാൻ വേണ്ടി പാടില്ല. നമുക്ക് ചെയ്യണം തോന്നുന്ന കാര്യം ചെയ്യണം. ഞാനിപ്പോൾ എനിക്കൊരു കളർ ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ കളർ അടിക്കുന്നില്ലേ, ഞാനും ഇരുന്ന് കളർ അടിക്കും. അതൊക്കെ ഒരു സ്ട്രെസ് റിലീഫാണ്. നമുക്ക് ഭയങ്കര ഒരു സമാധാനം സന്തോഷമൊക്കെ തരും. സോ ഞാനിതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും വിചാരിക്കും നിങ്ങൾക്കത് വട്ടാണോന്ന്. പക്ഷെ വട്ടൊന്നും അല്ല. നമ്മൾ ഇടയ്ക്ക് നമ്മുടെ കൂടെ ഇങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വന്നത്. പിന്നെ ഞാൻ കുറേ നേരം എൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് എന്നെ ഹഗ് ചെയ്ത് എന്നോട് ഞാൻ കുറേ നല്ല അഫർമേഷൻസ് പറഞ്ഞു. എന്നോട് ഞാൻ തന്നെ പറഞ്ഞു, ഐ ലവ് യു, ഐ എം പ്രൗഡ് ഓഫ് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും റെഡി ആവും, നീ വിഷമിക്കണ്ട, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ ഒരുപാട് മിസ്ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ എന്നോട് സോറി ചോദിച്ചു. ഞാൻ എന്നോട് അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര വിഷമത്തിലൊക്കെ നിൽക്കാനുള്ള എന്ത് പ്രശ്നമാണെങ്കിലും ഉണ്ടല്ലോ, വളരെ അധികം ഒരു സമാധാനമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ എന്നോട് എന്താണോ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങി. എന്നെ തന്നെ ആശ്വസിപ്പിക്കാനും ഒന്ന് സെൽഫ് പാരൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഐ ഫീൽ സോ ഹാപ്പി. ഇന്ന് ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ ആ കുട്ടീനെ ഒരിക്കലും വിട്ടു കളയാൻ പാടില്ല, ആ കുട്ടിത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്ക് ചെയ്യണം തോന്നുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ക്രേസി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങ് ചെയ്യണം. അപ്പോഴാണ് ലൈഫ് കുറേ കൂടെ കളർഫുൾ ആവുള്ളൂ എനിക്ക് ഫീൽ ചെയ്തത്. ഇന്ന് വൈകുന്നേരം ഞാൻ കുറച്ച് നേരം എൻ്റെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു, മെഡിറ്റേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ സമയങ്ങളൊക്കെ എനിക്കിപ്പോൾ വളരെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഞാൻ ആരാന്നും എൻ്റെ ചിന്തകൾ എന്താണെന്നും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ തെറ്റുകളും എനിക്കിനി എന്തൊക്കെയാണ് തിരുത്തേണ്ടതെന്നൊക്കെ മനസ്സിലാവാറുള്ളത്. ഞാൻ പിന്നെ എന്നെ ഹഗ് ചെയ്ത് എൻ്റെ കൂടെ തന്നെ ഇരുന്ന് എന്നെ തന്നെ ഒന്ന് പാമ്പർ ചെയ്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹഗ്സൊക്കെ. ഞാൻ എന്നെ ഹഗ് ചെയ്ത് എന്നോട് നല്ല നല്ല അഫർമേഷൻസ് ഒക്കെ പറഞ്ഞ് എന്നെ തന്നെ ഒന്ന് പാമ്പർ ചെയ്തെടുത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൈം ഇങ്ങനെ എൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. പിന്നെ ഞാൻ ജേർണൽ ചെയ്തു. ഞാൻ ഇന്ന് ഫോർഗീവ്നെസ് ജേർണൽ എഴുതി. എന്നോടും എൻ്റെ ചുറ്റുമുള്ളവരോടും അറിഞ്ഞോ അറിയാതെയൊക്കെ ഞാൻ പല രീതിയിലും മോശമായി പെരുമാറിയിട്ടുണ്ട്. അതിന് ഞാൻ സോറി ചോദിച്ചു. പിന്നെ എനിക്ക് ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ നന്ദി പറഞ്ഞു. പിന്നെ എൻ്റെ അഫർമേഷൻസൊക്കെ എഴുതി. അങ്ങനെ കുറച്ച് നേരം തോട്ട്സൊക്കെ എഴുതി. നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചലഞ്ച് തുടങ്ങിയപ്പം മുതൽ ഇപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്ന ഏറ്റവും ടൈം മെഡിറ്റേറ്റ് ചെയ്യുന്നതും ജേർണൽ ചെയ്യുന്നതൊക്കെയാണ്. വളരെ നല്ല രസമാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല അറിവുകൾ കിട്ടും. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ലൈഫിൽ കുറച്ച് നേരമെങ്കിലും ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുക. നിങ്ങളുടെ തോട്ട്സൊക്കെ ഒരു ബുക്കും പേനൊക്കെ എടുത്ത് അതിനകത്ത് എഴുതുക. നിങ്ങൾ ബ്രീത്ത് വർക്ക് ചെയ്യുക, കണ്ണടച്ച് നിങ്ങളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആരാന്നും
നിങ്ങളുടെ ലിമിറ്റേഷൻസ് എന്താണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇന്ന് ഡേ 5 ആയിരുന്നു. അങ്ങനെ ഈ ദിവസവും കടന്നുപോയി. ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ദിവസം കൂടെ കിട്ടി. ഒരു ആപത്തും ഇല്ലാതെ ഇന്നത്തെ ദിവസം എനിക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റി. കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു, ഇടാൻ ഡ്രസ്സ് ഉണ്ടായിരുന്നു, എൻ്റെ ചുറ്റും നല്ല മനുഷ്യരുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എനിക്ക് പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇന്ന് എനിക്ക് രാവിലെ നല്ലൊരു എനർജി ആയിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇമോഷണലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയി. എനിക്ക് ചില കാര്യങ്ങൾ ട്രിഗർ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. സാധാരണ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷണലി ഞാൻ ഇറിറ്റേറ്റഡ് ആവുന്ന സമയത്ത് അത് ഇഗ്നോർ ചെയ്തിട്ട് ഫോണിൽ പാട്ട് കേൾക്കുക, സ്ക്രോൾ ചെയ്യുക, എന്തെങ്കിലും അടുത്ത് സംസാരിക്കുക, എൻ്റെ കൂടെ ഇരിക്കുക, ആ ഇമോഷനെ ഞാൻ ഒന്ന് ഒബ്സർവ് ചെയ്തിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ പുറത്തു പോയി കുറേ നേരം എൻ്റെ കൂടെ ഇരുന്നു. ഞാൻ കരഞ്ഞു, ഞാൻ എന്നെ സെൽഫായിട്ട് ഹഗ് ചെയ്തു, എൻ്റെ ഇന്നർ ചൈൽഡായിട്ട് കണക്ട് ചെയ്തു, ഞാൻ എന്നോട് സംസാരിച്ചു. വളരെ സ്നേഹത്തോടെ ഞാൻ എന്നോട് സംസാരിച്ച് ആ ഫീലിങ്സ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് എൻ്റെ കൂടെ ഇരുന്ന് ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഫീൽ ഹാപ്പി. ഞാൻ ഭയങ്കരമായിട്ട് ആ ഒരു എനർജി റിലീസായിപ്പോയി. ഞാൻ കുറച്ച് ബ്രീത്ത് വർക്ക് ചെയ്തു, സെൽഫായിട്ടൊന്ന് ഹഗ്ഗൊക്കെ ചെയ്ത് എന്നോട് നല്ല രീതിയിലൊന്ന് സംസാരിച്ച് ഇതിനെ ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഇഗ്നോർ ചെയ്തില്ല, ഇതിനെ മാറ്റിയെടുക്കാൻ നോക്കിയില്ല, ജസ്റ്റ് ആ ഇമോഷനുമായിട്ട് അങ്ങ് ഇരുന്നു. അപ്പം ഞാനതിനെ അവോയ്ഡ് ചെയ്യാതിരുന്ന സമയത്ത് അത് പെട്ടെന്ന് പാസ് ചെയ്ത് പോയി. പെട്ടെന്ന് ആ ഒരു എനർജി റിലീസായി. എനിക്ക് ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് വരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഇരിക്കണം, നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യണം, നമ്മൾ അതിനോടത്ത് ഫൈറ്റ് ചെയ്യരുത്. അതിനെ ഒബ്സർവ് ചെയ്തിരിക്കുന്ന സമയത്ത് അത് വേഗം റിലീസായി പോവും. നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതിനനുസരിച്ച്, സപ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും, സഫക്കേഷൻ ഫീൽ ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും വെച്ച് നമ്മൾ എവിടെയെങ്കിലും വെച്ച് പൊട്ടിത്തെറിച്ച് പോകും. അതുകൊണ്ട് നമ്മൾ നമ്മളെ അബാൻഡൻ ചെയ്യരുത്. നമ്മൾ നമ്മുടെ സെൽഫിൻ്റെ കൂടെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുന്ന ഓരോ സമയത്താണ് നമ്മളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക. ഞാനിപ്പോൾ എൻ്റെ സെൽഫായിട്ട് കൂടുതൽ കണക്റ്റായി വരുന്നുണ്ട്. എനിക്ക് എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഞാൻ എൻ്റെ കൂടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഇതെല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഇന്നത്തെ ദിവസം കിട്ടിയതിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ ചാനൽ പതുക്കെ ഗ്രോ ആവുന്നുണ്ട്, അതിനും ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ ലൈഫിൻ്റെ എല്ലാ ഏരിയയിലും ചെറിയ രീതിയിൽ ഗ്രോത്ത്, ഒരു മൂവ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങി എനിക്കിപ്പോൾ. ഞാൻ എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യാനുണ്ട്. എനിക്ക് എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. 5ാമത്തെ ദിവസമല്ലേ ആയിട്ടുള്ളൂ. എന്താണെങ്കിലും ഞാൻ ഒരു ദിവസം മുടങ്ങാതെ വീഡിയോ ഇടുന്നുണ്ട്, രാവിലെ നേരത്തെ എണീക്കുന്നുണ്ട്, പറ്റുന്ന പോലെയൊക്കെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ടാസ്കും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല, എന്നാലും ഒരു 60 to 70% എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ആൻഡ് ഐ ഫീൽ ബ്ലെസ്ഡ്, ഹാപ്പി. ആൻഡ് എനിക്ക് ഞാനുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ലൈഫിൽ കുറേ കാലമായിട്ടൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ എന്നെ തന്നെയായിരുന്നു മിസ് ചെയ്തതെന്ന് ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നു. വീണ്ടും ആ ഒരു എന്നിലേക്ക് തന്നെയുള്ളൊരു യാത്രയാണിത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കുന്നുണ്ട്, ഇനിയും പഠിക്കാനുണ്ട്, അൺലേൺ ചെയ്യാനുണ്ട്. അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു. ബൈ.